പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 42 വരെ വാക്യങ്ങളാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിലെ നമ്മുടെ വിചിന്തന വിഷയം. യോനാ പ്രവാചകന്റെ അടയാളം ഈശോ പറഞ്ഞ് അതല്ലാതെ മറ്റ് കൂടുതൽ അടയാളങ്ങളൊന്നും ഈ ലോകത്തിനായി തൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യമായി നൽകാനില്ല എന്ന് ഈശോ അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. ഈശോയിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാതെ പോകുന്ന ആ കാലത്തെ ആളുകൾ ഈശോ താൻ ദൈവമാണെന്ന് തെളിയിക്കാനുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ആവശ്യപ്പെടുമ്പോഴാണ് ഇത്തരമൊരു മറുപടി നൽകുന്നത്. ഈശോ അതോടൊപ്പം ചേർത്ത് പറയുന്ന ഒരു കാര്യം ഇതാണ്: ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈശോ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളും, ദുഷിക്കുന്നതും അവിശ്വസ്തവുമായിരിക്കുന്നതും, രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ദുഷിക്കുന്നത് ദൈവവിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, അവിശ്വസ്തമായി പോകുന്നത് ഇങ്ങനെ ദുഷിച്ചത് കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രശ്നങ്ങളുടെയും യഥാർത്ഥ തുടക്കം വിശ്വാസമില്ലായ്മയിൽ നിന്നാണ്. ഈശോ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും അതാണ്: നിങ്ങൾക്ക് എന്നിൽ വിശ്വാസമില്ലല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ഞാൻ ആരാണെന്ന് തെളിയിക്കാനുള്ള അടയാളങ്ങൾക്ക് വേണ്ടി പരതി നടക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ഈ തലമുറ ദുഷിച്ചതാണ്, അവിശ്വസ്തവുമാണ്. ദുഷിക്കുന്നത് നല്ലതിനോട് ചേർന്നിരിക്കാതിരിക്കുമ്പോഴാണ് മോശമായി പോകുന്നത്. അത് ദൈവത്തോട് ചേർന്നിരിക്കാതിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തോട് വിശ്വസ്തത കാണിക്കാൻ പറ്റാത്തപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളിലും അവിശ്വസ്തമായിരിക്കും. ജീവിതത്തിൽ ദൈവമില്ലാത്തപ്പോൾ നമ്മൾ ദുഷിക്കാൻ തുടങ്ങും. പിന്നെ ആരോടും വിശ്വസ്തരായിരിക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ദുഷിച്ച ആളുകളെന്നോ അല്ലെങ്കിൽ അവിശ്വസ്തരായ ആളുകളെന്നോ കാണുന്നവരുടെയൊക്കെ പ്രശ്നങ്ങളുടെ തുടക്കം അവർ ദൈവത്തോട് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ട ഒരു പ്രധാന കാര്യത്തോട് ചേർന്നിരിക്കാത്തത് കൊണ്ടാണ്. അത് ദൈവമാണ്, വിശ്വാസമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനും അർത്ഥമുണ്ടാകുന്നത് നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്നെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്, ദൈവത്തോട് ചേർന്നിരിക്കുന്നില്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു. ലോകത്തിൻ്റെതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ കരുതുമ്പോഴും ആത്യന്തികമായിട്ട് ലോകവും ദൈവവും നമ്മളെ വിലയിരുത്താൻ പോകുന്നത് നമ്മൾ ഗുണപരമായി ഒരു നന്മയും ഇല്ലാത്തവരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാൻ പരിശ്രമിക്കാം. ഓർമ്മിക്കാം, ദൈവത്തോട് ചേർന്നിരുന്നാൽ നമുക്കെല്ലാം ഉണ്ട്, ഭൗതിക നന്മയും ആത്മീയ നന്മയും. ദൈവത്തിൽ നിന്ന് വിട്ടുനിന്ന് സ്വന്തം രാജ്യവും സ്വന്തം മഹിമയുമാണ് വലുതെന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ദുഷിച്ചതും അവിശ്വസ്തവുമായി മാറുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഇന്ന് നൽകുന്ന പുതിയ ഉൾക്കാഴ്ചയ്ക്കും ബോധ്യത്തിനും ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ കാര്യമായി കണ്ട് അങ്ങയോട് എല്ലാ സമയവും ചേർന്നിരിക്കുവാനും ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ചിന്തകളും മനോഭാവങ്ങളും എല്ലാം അങ്ങേക്ക് ചേർന്ന രീതിയിൽ ക്രമപ്പെടുത്തുവാനും സാധിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസ്തരും സമൂഹത്തെ കേടുകൂടാതെ സൂക്ഷിക്കുന്നവരുമായി മാറുന്ന ഉപ്പ് പോലെയും ആകുമെന്ന് അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദുഷിക്കാതെ അവിശ്വസ്തമാകാതെ എപ്പോഴും നന്മയിലായിരിക്കുവാനും എല്ലാവരോടും വിശ്വസ്തതയിലായിരിക്കുവാനും അങ്ങയോട് ചേർന്നിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.